നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഏട്ടാ, എനിക്ക് അവളെ ഒന്ന് കാണണ്ടേ? കാണണ്ട. ഈ നേരം വരെ നമ്മുടെ മീനു ആ കിടപ്പ് കിടന്നിട്ട് ഞാനൊന്നും അങ്ങോട്ട് നോക്കിയിട്ടില്ല. പിന്നെ നീ എന്തിനാ കാണുന്നത്? നീ അവളെ കണ്ടതല്ലേ ഒരുപാട്. കുട്ടിക്കാലം മുതൽ ഓടിച്ചാടി നടക്കുന്ന നമ്മുടെ മീനാക്ഷിയെ അത് മതി. പൊയ്ക്കോ. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് അവളെ ഒന്ന് കാണണം. എങ്കിൽ ചെന്ന് കാണും. പക്ഷെ നമ്മുടെ അച്ഛൻ നിന്നെ കണ്ടാ പിന്നെ... അതൊന്നും എനിക്കറിയണ്ട. എനിക്കെന്റെ മീനുവിനെ കാണണം. നീയും നിന്റെ കൂട്ടുകാരും കൂടെ എന്റെ മോളെ ഈ കിടക്കുന്നത് 10-20 കൊല്ലത്തെ ഈ വയസ്സിന്റെ ജീവിതമാണ്. കൊന്നാ പാപം തിന്നാ തീരുവന്ന. അങ്ങനെയാണെങ്കിൽ എവിടെങ്കിലും കൊണ്ടുപോയി തിന്നിട്ടാണെങ്കിൽ ഈ പാപം തീർക്കണം. എന്താ അച്ഛാ ഇത്? ഒന്നിവിടെ ജീവനില്ലാതെ കിടക്കുമ്പോ അതിന്റെ പേരിൽ മറ്റൊന്നിനോട് കണക്ക് തീർക്കുകയാണോ? ഇതാണോ പാടത്തെ വീട്? പാടത്തെ വീട്ടിൽ അച്ഛനും മക്കളും ഇങ്ങനെയാണോ? ഇങ്ങനെയൊക്കെ ആയിരുന്നു അച്ഛാ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വേണ്ടെന്ന്. ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ? നമ്മുടെ അനിയത്തിയല്ലേടാ, അവളുടെ കർമ്മം ഞാൻ ചെയ്തോളാം. എന്തിനായിരുന്നു നീ ആ പാവത്തിന്? എന്ന് മുതലാണ് എന്റെ പെങ്ങൾ നിനക്ക് മോശക്കാരിയായത്? നീ എന്നെ കൊന്നോ? എനിക്കിനി ജീവിക്കണ്ട. അറിയില്ലായിരുന്നു അവൾ അങ്ങനെ ചെയ്യുമെന്ന്. ഈശ്വരനാണ്, എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്കറിയണം നിന്നെ കൊണ്ട് പറയിച്ച ആരാണെന്ന്. എന്റെ കുടുംബത്തിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുത്തൻ എന്റെ പെങ്ങളുടെ കാൽക്കളർ റീത്തും വെച്ചാണ് ഇറങ്ങി പോയിട്ടുണ്ട്. എനിക്കറിയണം അവനാണോ അത് ചെയ്തതെന്ന്. അതെനിക്കറിയില്ല ഉണ്ണി. ആ വിളിച്ചവൻ എന്നോട് പറഞ്ഞത് നിനക്ക് അവന് നന്നായിട്ട് അറിയാവുന്ന ഒരു പാർത്ഥിപൻ. അതാ അവന്റെ... അടക്കമുള്ള പരമചറ്റകളെ പെരുമാറി നന്നാക്കാൻ ഒരുങ്ങി ഇറങ്ങിയതാണ് ഉണ്ണികൃഷ്ണൻ. പറയണം നായ, അവനോടുണ്ടെന്ന് എനിക്കറിയണം. ആ പാർത്ഥിവൻ എനിക്കറിയാം. അവൻ വരും. വരുത്തു ഈ പാർത്ഥിവൻ. ഇരയെ സ്വന്തം മാളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ഒരു പുതിയ തന്ത്രം. അത് ആ കിളിപ്പെണ്ണിന്റെ രൂപത്തിൽ ഈ പാർത്ഥിവൻ അങ്ങ് സാധിച്ചെടുത്തു. അവൻ ആൺകുട്ടിയാ, ചാവാൻ ഭയമില്ലാത്ത ലക്ഷണമൊത്ത ആൺകുട്ടി. അതുകൊണ്ട് തന്നെ ആ ശവമടക്ക് തീരും മുമ്പ്
എനിക്കൊരു റീത്തുമായി അവൻ വരും, ഒരു ചാവേറിന്റെ വീറോടെ. പറഞ്ഞ് നാക്കെടുക്കും മുമ്പേ നീ ഇങ്ങെത്തി. ഈ വരവിന് പഴമക്കാർ പറയും ഇവന് 100 ആയുസാണെന്ന്. പക്ഷേ നിന്റെ കാര്യത്തിൽ ഉണ്ണികൃഷ്ണ, എന്തിനാടാ ചാകാനത്ര ധൃതി? ഇനി സമയമുണ്ടല്ലോ. എനിക്ക് സമയമില്ലടാ. ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിന്റെ ചിതയോടെ കത്തിത്തീരും മുമ്പ് ഒരു കർമ്മം കൂടെ നടന്നു കാണണം എനിക്ക്. ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണ് ഉണ്ണികൃഷ്ണനെങ്കിൽ അത് നടത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ. പന്ന പൊലയാടി മോനെ. അതെടാ നായ, നിന്നെ പോലെയുള്ള കാട്ടുകള്ളന്മാരും അധോലോക രാജാക്കന്മാരുമാണ് ഇപ്പൊ ലോകം ഭരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ അടക്കമുള്ള വെറും സാധാരണ സ്വത്തിനും ജീവനും സ്നേഹത്തിനും ഒക്കെ കാൽ നിൽക്കാൻ ഈശ്വരൻ പോലും ഇല്ലാത്ത ഈ കാലത്ത് എന്നെ പോലെ ഒരുത്തനെങ്കിലും ചാവാനും കൊല്ലാനും ഒറ്റക്കിറങ്ങി പുറപ്പെട്ടില്ലെങ്കിൽ പിന്നെ കാലം ചോദിക്കും. നാടിന് നാശം വിതയ്ക്കുന്ന നിന്നെ പോലെയുള്ള എറണം കെട്ട സന്തതികളെ നിലയ്ക്ക് നിർത്താൻ കാട്ടിയിട്ടതിന്റെ പേരിൽ എന്റെയൊക്കെ കുടുംബത്തിന്റെ കണ്ണീര് കണ്ടിട്ട് നീ അടങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി മാത്രമല്ലടാ, എനിക്ക് പുറകെ വരുന്നൊരു തലമുറയ്ക്ക് വേണ്ടി നിനക്കങ്ങോട്ട് തീർപ്പ് കൽപ്പിക്കാൻ ഞാൻ നായിന്റെ മോനെ. Tuck it in the deep, deep, cocky.
കാക്കി